എൻ്റെ കൂടെ പഠിച്ച മൻസൂർ എന്ന് പറയുന്ന ഡ്രൈവർ. എല്ലാ അർത്ഥത്തിലും സൗഖ്യമായൊരു യാത്രയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘങ്ങൾ ഉണ്ട്. വിന്നർ വാഹനത്തിലാണുള്ളത്. 11ഓളം ആളുകളാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഒരു ഉസ്താദ് വേറെയുണ്ട്. എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് ബുറാക്ക് സംഘം ഇരിക്കണുണ്ടല്ലേ, ഇഹ്റാം ചെയ്തിട്ടില്ല. ബോർഡിങ്ങും എമിഗ്രേഷനും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഒരു ഭാഗത്ത് കൊടുന്ന് ഇൻഡിഗോ ഫ്ലൈറ്റ് ഇതുപോലത്തെ മറ്റൊരു ഫ്ലൈറ്റ് കാണാം. സൗറുമലയുടെ മുകളിലുണ്ട്. ഏതായാലും സൗറുമലയുടെ താഴ്ഭാഗത്താണ് നമ്മൾ കേറണ്ടേ. വളരെ ചുരുക്കിയിട്ടാണ് ഈ വെയിൽ കാരണം ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ ബുറാക്ക് സംഘം സൗറുമലയുടെ താഴ്ഭാഗത്ത് വന്നു. ബസ്സിൽ സൗറുമലയുടെ അല്പം ചരിത്രങ്ങളൊക്കെ കേട്ടു. ഇനി ബസ്സിലേക്ക് കയറാണ് കേട്ടോ. ബസ്സിലേക്ക് കയറുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ സൗറുമലയാണ് അവിടെ മുകളിൽ കാണുന്നത്. ഞാൻ സൂം ചെയ്യുന്നുണ്ട്. വെയിൽ കൊണ്ട് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതാണ് സൗറുമലയുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താൻ വേണ്ടി തൗഫീക്കിന് വേണ്ടി ഞാൻ ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. കണ്ടോ, ആ മുകളിൽ കാണുന്നതാണ് സൗറുമല കേട്ടോ. ആ സൗറുമല ഞാൻ വെയിൽ കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബുറാക്ക് സംഘമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഓർത്തിട്ടുണ്ടോ? നിങ്ങൾ ചുറ്റുഭാഗത്തും കാണുന്ന പർവ്വതങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയോ? ആ പർവ്വതങ്ങളൊക്കെ ഏത് പർവ്വതമാണെന്നറിയോ? നമ്മുടെ മാണിക്കക്കല്ലായ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ട മലകളാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ചുറ്റുഭാഗത്തും കാണുന്ന പർവ്വതങ്ങള്. മക്ക എന്ന് പറഞ്ഞാൽ തന്നെ അത് മലകളാൽ നിർമ്മിതമാക്കപ്പെട്ട, മലകളാൽ വലയം ചെയ്യപ്പെട്ട ഒരു നാടാണ് മക്ക എന്നുള്ളത്. ആ മക്ക മണ്ണിലൂടെ ഈ പാവപ്പെട്ട നമ്മൾ യാത്ര ചെയ്യുമ്പോ ഈ മലകളൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വരേണ്ടത് അല്ലാഹ് പടച്ചോനെ, എന്റെ മാണിക്കക്കല്ലായ ഞാനാവാൻ വേണ്ടി, മുസ്ലിം എന്ന ആ ഒരു മേൽത്തട്ടം എനിക്ക് ലഭിക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച, എന്റെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടി, സ്വർഗത്തിൽ ഞാൻ കടക്കാൻ വേണ്ടി, നരകത്തിൽ ഞാൻ കടക്കാതിരിക്കാൻ വേണ്ടി, ഖബറിൽ ശിക്ഷ എനിക്കില്ലാതിരിക്കാൻ വേണ്ടി, എനിക്ക് വേണ്ടി പ്രയത്നിച്ച, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, ഞാനാവാൻ വേണ്ടി, ഞാൻ സൽസ്വഭാവിയാവാൻ വേണ്ടി, ഈമാനുള്ളവനാവാൻ വേണ്ടി, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിക്കണ്ട മലകളാണല്ലോ റബ്ബേ ഈ ചുറ്റുഭാഗത്തുമുള്ള മല എന്ന് ഓരോ വ്യക്തികളും പർവ്വതങ്ങൾ കാണുമ്പോ മനസ്സിലാക്കണം. മുത്തുനബിയുടെ നോട്ടമെത്തിയ മലയാണ്, മുത്തുനബിയുടെ പാദസ്പർശനമേറ്റ മണ്ണാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ, ഒരുപാട് സ്വഹാബിവര്യന്മാരുടെ പാദസ്പർശനം ഏറ്റേൽക്കപ്പെട്ട ഭൂമിയിലൂടെയാണല്ലോ റബ്ബേ ഈ ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും വിലയിരുത്തണം, ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നിട്ട് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത്, അവിടുത്തെ മുഹിബായി, അവിടുത്തെ അശിഖായി മഹബ്ബത്ത് ഖൽബിൽ കൊണ്ട് നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചോനെ, ഈ നോക്കിയ കണ്ണുകളെ കൊണ്ട് മുത്തുനബിനെ ഒരു തവണെങ്കിലും സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണം. അല്ലാഹ് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. കണ്ടില്ല, ഇത് കണ്ടോ വലതുഭാഗത്ത് ഹെലികോപ്റ്റർ ഉണ്ടോ? കണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് തൗഫീഖ് തന്നിട്ടുണ്ട്. എല്ലാം കാണുന്നുട്ടോ.
അള്ളാഹു താല ഇനിയും ഒരുപാട് കാര്യങ്ങൾ മക്ക മദീനയിലൊക്കെ വെച്ച് ചരിത്രങ്ങൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും നാട്ടിൽ നിന്ന് കണ്ട പലതും ഇവിടെ നിന്നും കാണാനൊക്കെ അള്ളാഹു താല തൗഫീഖ് തരുമാറാവട്ടെ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا ആദം നബി അലൈഹി സ്വലാമും ഇതിന്റെ ഭർത്താവാണെന്ന് ഹവ്വാ ബീവിയും കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിനെന്ത് പേരിട്ടത്? അറഫ എന്ന് പേരിട്ടത്. അപ്പോ അറഫയിലുള്ള മസ്ജിദ് നമീറ ഒന്നും കൂടി എല്ലാരും കണ്ടോളേം. ഇടത് ഭാഗത്ത് കാണുന്ന എത്ര മിനാരങ്ങളുണ്ട്? 1 2 3 4 5 6 മിനാരങ്ങളിലെ 6 മിനാരങ്ങളുള്ള ആ പള്ളിയാണ് മസ്ജിദ് നമീറ. ആ മസ്ജിദ് നമീറയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അറഫക്ക് അറഫ എന്ന് പേരിടാനുള്ള ഒരു കാരണം നമ്മുടെ വല്ലിമ്മയും വല്ലിപ്പയും സ്വർഗത്തിൽ നിന്ന് പോന്നതിന് ശേഷം ഇവിടെ വെച്ച് കണ്ടുമുട്ടി മനസ്സിലാക്കിയത് കൊണ്ട് ഈ നാടിന് തന്നെ പിന്നെ അറഫ എന്ന് പേരിട്ടതാണ്. ആ അറഫയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പർവ്വതമാണ് ജബലുർ റഹ്മ എന്നുള്ളത്. ജബലുൻ നാബിത്ത്, ജബലു തൗബ, ഇങ്ങനെയൊക്കെ പല പേരുകളും ഇവിടെ ആ മലക്ക് അറിയപ്പെടുന്നുണ്ട്. വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട, വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മലയാണ് ജബലുർ റഹ്മ എന്നുള്ളത്. ആ ജബലുർ റഹ്മയുടെ തൊട്ടുചാരത്ത് വന്നിട്ടാണ് ആദരവായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അവസരോചിതമായിട്ട് ആ വിവരങ്ങളൊക്കെ നിങ്ങളെ ഞാൻ അറിയിക്കും. ഇപ്പോ ഹജ്ജിന്റെ സമയമായത് കൊണ്ടാണ് അവിടെ ജബലുർ റഹ്മയുടെ അടുത്തേക്ക് നമുക്ക് പോവാൻ സാധിക്കാതിരുന്നത്. ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരൻ അബ്ദുൽ അസീസ് അഷ്റഫിനോട് ചോദിച്ചു ജബലുർ റഹ്മ അടക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അതിപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അത് അല്ലാഹുവിന്റെ ഖളാ ആണ്. അപ്പൊ നമ്മൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ മുസ്ദലിഫയിലേക്കാണ്. എല്ലാവരും വലത് ഭാഗത്ത് മലയുടെ താഴ് ഭാഗത്തിലൂടെ ഒരു ചെറിയ പടവ് ഇങ്ങനെ പോകുന്നത് കാണാൻ കഴിയും. എല്ലാരും വലത് ഭാഗത്ത് നോക്കി. ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ആളുകള് ഒന്ന് എണീക്കുക, അല്ലെങ്കിൽ എങ്ങനെങ്കിലും വലത് ഭാഗത്ത് ഒരു കെട്ട് കണ്ട കാണുന്നത്. ഉസ്താദെ ശ്രദ്ധിക്കണ്ട എല്ലാവരും. അനുവരി ഉസ്താദെ, ഈ വലത് ഭാഗത്ത് ഒരു കെട്ട് കാണുന്നുണ്ടോ? ഇതാണ് സുബൈദ കനാല്. അതായത് അറഫയിലേക്ക് ത്വായിഫിന്റെ ഭാഗത്ത് നിന്ന് സുബൈദ ബീവി 1,70,000 10,70,000 സ്വർണ്ണ നാണയം ചെലവഴിച്ച് കൊണ്ടുവന്ന 5,950 കിലോ തൂക്കം വരുന്ന സ്വർണം കൊടുത്ത് പിന്നെ അവരുടെ സ്വന്തം റിസ്കിലായിക്കൊണ്ട് വെള്ളം കൊണ്ടുവന്ന കനാലാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് പറയുന്നത്? സുബൈദ കനാൽ, ഐനു സുബൈദ എന്നൊക്കെയാണ് പറയുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ വലത് ഭാഗത്ത് കുറെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അറഫയിലേക്ക് വെള്ളം കൊണ്ടുവന്ന കനാലാണ്. 600ഓളം വർഷം ഈ കനാലിലൂടെ വെള്ളം വന്ന് ഹാജിമാര് വെള്ളം കുടിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. മഹദിയുടെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മഹദിയെ സ്വപ്നം കണ്ടു. ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, അന്ന് അറഫയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി വിക്കാസ് എടുത്തൊരു കൊത്തു കൊത്തിയപ്പോഴേക്ക് തന്നെ എന്റെ ദോഷങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പ് തന്നിട്ടുണ്ട്. ഇതാ ഇടത് ഭാഗത്ത് മെട്രോ ട്രെയിൻ പോകുന്നുട്ടാ. ഇടത് ഭാഗത്ത് മെട്രോ ട്രെയിൻ ഇത് അങ്ങോട്ട് പോകുന്നു, കാണുന്നുണ്ടോ? എല്ലാരും കാണുന്നില്ലേ? റെയിൽവേ സ്റ്റേഷനാണ്, കുറച്ച് അപ്പുറത്ത് ട്രെയിനാണ് പോകുന്നത് കാണുന്നത്. അപ്പൊ വലത് ഭാഗത്ത് ഐനു സുബൈദയും നമ്മൾ കണ്ടു. പിന്നെ മഹദിയുടെ
ഖബറുള്ളത് ഇറാഖിലാണ്. അല്ലാഹു സുബ്ഹാനഹു മിനായിൽ കല്ലെറിയാൻ വേണ്ടിയിട്ട് കല്ലെടുക്കുക. ഇപ്പൊ കല്ല് കാണൂല. ഹജ്ജിന്റെ സമയത്ത് ഇവിടെ കല്ല് കൊണ്ട് വന്ന് തട്ടലാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് കല്ലെടുത്ത് മുസ്ദലിഫ രാപ്പാർക്കുന്ന സ്ഥലമാണ്. ഈ പള്ളിയും ഹജ്ജിന്റെ സമയത്ത് മാത്രമേ തുറക്കുകയുള്ളൂ. എല്ലാരും വലതു ഭാഗത്തേക്ക് നോക്കണേട്ടാ. എല്ലാവരും വലതു ഭാഗത്ത് ഈ ഒരു ചെറിയ മതില് പോലത്തെ കെട്ട് കഴിഞ്ഞാൽ വലതു ഭാഗത്ത് കാണുന്ന പള്ളിയാണ് മസ്ജിദ് മഷ്അറുൽ ഹറാം. പരിശുദ്ധ ഖുർആൻ ഖത്തം ഓതിയ ആളുകളല്ലേ നിങ്ങളൊക്കെ? പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ഇത് ഈ വാചകം മസ്ജിദുൽ ഹറാമിനെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയുക. വലതു ഭാഗത്ത് കാണുന്നുണ്ടോ? എല്ലാരും കാണുന്നുണ്ടോ? മസ്ജിദ് മഷ്അറുൽ ഹറാം. ഇതാണ് മുസ്ദലിഫയിലെ മസ്ജിദ് മഷ്അറുൽ ഹറാം എന്നുള്ളത്. ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെ നിന്നാണ് മിനയിൽ കല്ലെറിയാൻ വേണ്ടിയിട്ട് ഹാജിമാര് കല്ലെടുക്കാറ്. ഇത് ഹജ്ജിന്റെ സമയത്ത് മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സാധുക്കളായ നമുക്ക് മുസ്ദലിഫയിൽ വരാനും ഇവിടെ രാപ്പാർക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ പാവപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾക്കും ഈ സാധുവായ എന്റെ കൂടെ ഇത്രയും കാലം ഉംറക്ക് വന്ന ആരൊക്കെയുണ്ട് അവർക്കും, റയ്യാൻ ഉംറ ഗ്രൂപ്പിലും റയ്യാൻ സ്വലാത്ത് ഗ്രൂപ്പിലൊക്കെ ഉള്ള സർവ്വ മുത്തുമുഅ്മിനീങ്ങൾക്കും ഇവരോടും എന്നോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ജീവിതത്തിൽ ഒരു തവണെങ്കിലും റബ്ബേ മുസ്ദലിഫയിൽ വന്ന് മസ്ജിദ് മഷ്അറുൽ ഹറാമിൽ വന്ന് രാപ്പാർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് കാരണമായിട്ട് യാത്ര ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണം റഹ്മാനെ.